അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി വഇലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റു സദസ്സിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, ചരിത്ര വിസ്മൃതി എന്ന മഹാപാപം എന്ന വിഷയത്തെ പുരസ്കരിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജഗനികന്താവായ നാഥൻ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സമകാലീന കാലഘട്ടത്തിൽ ഏറ്റവും അധികം അഥവാ ചരിത്രത്തെ മാറ്റിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്ത്. പ്രത്യേകിച്ച് ഈ ചരിത്ര വിസ്മൃതിയെക്കുറിച്ച്, ചരിത്രത്തെ വിസ്മരിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിക കണ്ടുപിടുത്തങ്ങളെയും മറ്റുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായി ലോക തലത്തിലേക്ക് നാം ഈ കാര്യത്തെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആദ്യമായിട്ട് നമ്മൾ ഐസക് ന്യൂട്ടനെയും മറ്റുമെല്ലാം, പ്രകാശത്തിൻ്റെയും മറ്റുമെല്ലാം കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ ബുദ്ധിയെ വാഴ്ത്തുമ്പോഴും, ഇബ്നു ഹൈത്തമിനെ പോലെ വിമാനം ആദ്യമായി കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരെ വാഴ്ത്തുമ്പോഴും, അബ്ബാസ് ബിൻ ഫെർനാസിയെയും വൈദ്യശാസ്ത്രത്തിൽ നിന്നും ഇബ്നു സീനയെയും എല്ലാം തഴയപ്പെടുന്നത് അവർ മുസ്ലിങ്ങളായി എന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ധാരാളം ആളുകളെ ചരിത്രത്തിൽ നിന്നും വിസ്മരിക്കപ്പെടുന്നത് അവർ ഇസ്ലാമായി എന്നതുകൊണ്ടുമാണ്. അതുപോലെ തന്നെ നാം ഏറ്റവും അധികം ഇന്ന് ചരിത്ര വിസ്മരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇന്ത്യയിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതുപോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച എത്രയോ ആളുകളെ ഇന്ത്യ ഇന്ന് വിസ്മരിക്കപ്പെടുന്നു. അതിന് ഏറ്റവും വലിയ കാരണക്കാരെന്നുള്ളത് RSSകാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. RSSകാർ സ്വാതന്ത്ര്യ സമര സേനാനികളായി ഗണിക്കുന്ന, ഒന്നാം സ്വാതന്ത്ര്യ സമര സേനാനികളായി ഗണിക്കുന്ന രാമ മഹർഷിയെ പോലെ അഥവാ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരെല്ലാം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് അവർ ജനിക്കുന്നത് തന്നെ. പക്ഷെ അവരിന്ന് വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളായി ഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ ധാരാളം പെരുമാറ്റങ്ങളിലൂടെയും മറ്റും ധാരാളം ചരിത്ര വിസ്മരണത്തിന് വേണ്ടി ധാരാളം ശ്രമങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈയിടെയായിട്ട് ഹൈദരാബാദിൽ നടന്നൊരു പരിപാടിയിൽ പ്രധാനമന്ത്രി ഹൈദരാബാദ് എന്നതിനെ ഭാഗ്യനഗർ എന്ന് വിളിച്ചുകൊണ്ട് അനുധാവനം ചെയ്തു. അത് മറ്റൊരു പെരുമാറ്റത്തിൻ്റെ സൂചനയാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിനെ അശോക് മണ്ഡപം എന്നും മറ്റുമൊക്കെ വിളിച്ചുകൊണ്ട് അവർ പേരുമാറ്റിയത് നമ്മളെവരും കണ്ടതാണ്. ഇതിനൊക്കെയുള്ള കാരണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ അഥവാ മുസ്ലിങ്ങളുടെ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലുള്ള, ഇന്ത്യൻ ചരിത്രത്തിലുള്ള അവരുടെ എല്ലാം പങ്ക് ഇന്ത്യയിൽ നിന്നും ഉന്മൂലനം ചെയ്യണമെന്നുള്ള അവരുടെ ആശയാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് കാര്യം, ഹിന്ദുത്വവാദികൾ ഏറ്റവും പറയുന്ന കാര്യം എന്നുള്ളത്, പുരാതനമായിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള 4000 വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാരുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് കുടിയേറ്റക്കാരായിട്ട് ഹൈന്ദവർ കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഹിന്ദുത്വർ പറയുന്നത് ഞങ്ങളുടെ അടിസ്ഥാനം എന്നുള്ളത് ഇന്ത്യയാണ്, അതുപോലെ തന്നെ ഇന്ത്യയിലാണ് ഞങ്ങളുടെ വേരുകൾ മുഴുവനുള്ളത് എന്ന് അവർ പറയുന്നു. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് എത്തിയ മുസ്ലിങ്ങളെ അവർക്കൊരിക്കലും ഇന്ത്യക്കാരായി പരിഗണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ അവർ ഇന്ത്യയിലേക്ക് ചെയ്ത സംഭാവനകളായി ഗണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും മറ്റൊരു സങ്കടകരമായ കാര്യമാണ്. നമുക്ക് ഇന്ത്യയും സ്വാതന്ത്ര്യ സമരത്തെയും ഇന്ത്യയിലെ കാര്യങ്ങളെയും കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, 1919 നടന്നിട്ടുള്ള വാഗൺ ട്രാജഡി, അതിന് പ്രധാന ഉത്തരവാദിയായിരുന്ന ജനറൽ ഡയറിനെ വധിച്ച ഉത്തം സിംഗ് എന്ന ഒരു ഹൈന്ദവനെ വളരെയധികം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയ്ക്ക് ആഘോഷിക്കുമ്പോഴും 1869 മുതൽ 1872 വരെ വളരെ ക്രൂരമായ രീതിയിൽ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന വൈസ്രോയിയായ മായു പ്രഭുവിനെ വധിച്ച ഷേർ അലി ഖാനെ ഇന്ന് വിസ്മരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ നാൻസി റാണിയെ ചരിത്രത്തിൽ വളരെയധികം വിസ്മരിക്കപ്പെടുന്നു, ധീര വനിതയായി കണക്കാക്കപ്പെടുന്നു. പക്ഷേ ഇന്ത്യയിൽ വളരെയധികം സംഭാവനകൾ ഇന്ത്യയിലേക്ക് ചെയ്ത
ഹസ്രത്ത് ബീഗം മഹലിനെ ഇന്ത്യ ചരിത്രത്തിൽ നിന്നും മാറ്റിമറിക്കുന്നു. അതുപോലെ തന്നെ ജർമ്മനിയുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ബ്രിട്ടനെ തുരത്താൻ സഹായിച്ച സുഭാഷ് ചന്ദ്രബോസിനെ വളരെയധികം ആളുകളൊക്കെ ഓർമ്മിക്കുന്നു. പക്ഷേ ഇന്ന് തുർക്കിയെയും ജർമ്മനിയെയും എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ബ്രിട്ടനെ അതേ തരത്തിൽ തന്നെ ഒരു സിൽക്ക് ക്ലോത്ത് മൂവ്മെൻറ്റിലൂടെ ഇന്ത്യയിൽ നിന്ന് കടത്താൻ സഹായിച്ച മൗലാന ബറക്കത്ത് അലിയെ ഇന്ന് ലോകം വിസ്മരിക്കുന്നു. ഇതുപോലെ ധാരാളം വിസ്മരണങ്ങൾ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യയിലെ ചരിത്രങ്ങളിൽ നിന്ന് മാറ്റിമറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വില്യം മൂർ തൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്, കേവലം ഒരു പേരുമാറ്റലിലൂടെയോ ഒന്നും നമുക്ക് ചരിത്രങ്ങളെ ശോഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ചരിത്രം എന്നുള്ളത് മനുഷ്യ മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയവയാണ്. നമുക്കറിയാൻ സാധിക്കും, മുഗൾ ഗാർഡനെ അമൃത് ഉദ്യാൻ എന്നും അതുപോലെ തന്നെ ഇനി താജ്മഹലിൻ്റെയും മറ്റുമൊക്കെ പേര് മാറ്റുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തവയാണ്. ഒരിക്കലും താജ്മഹലിന് മറ്റൊരു പേര് വിളിക്കാൻ നമുക്ക് കഴിയില്ല. മുഗൾ ഗാർഡനെ ഇന്നും നമ്മൾ മുഗൾ ഗാർഡൻ എന്നും മറ്റുമൊക്കെ വിശേഷിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതുപോലെ ധാരാളം വിസ്മൃതികൾ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വില്യം മൂർ തന്നെ പറഞ്ഞു, ഒരിക്കലും വലിയ സ്മാരകങ്ങളിലോ മറ്റോ നമുക്ക് അനുധാവനം ചെയ്യാൻ പറ്റുന്നതല്ല ചരിത്രം. അത് രേഖകളോ പ്രമാണങ്ങളോ അതല്ല, അത് നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.